ഹായ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമ്മൾ സാൻസിവെരിയ അഥവാ നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സ്നേക്ക് പ്ലാന്റ് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ചെടിയാണ്. ഇത് പലതരത്തിലുണ്ട് കേട്ടോ. സ്നേക്ക് പ്ലാന്റിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൽ എല്ലാം തന്നെ നമുക്ക് വെള്ളത്തിൽ വെച്ചും ഇത് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ മണ്ണിലും നട്ട് നമുക്കിത് പുതിയ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് പരിചരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഒരുപാട് കെയർ ഒന്നും വേണ്ട. ഒട്ടും വെളിച്ചമില്ലാത്ത നമ്മുടെ വീടിനുള്ളിലും ഇത് വെക്കാൻ പറ്റും. മുറിക്കകത്തോ ബാത്റൂമിലോ കിച്ചണിലോ എവിടെ വേണമെങ്കിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ സാൻസിവേരിയ. ഇതിന് ഏകദേശം ഒരു 8 ഇഞ്ച് വരെയൊക്കെ നീളം വരത്തുള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാൻസിവേരിയ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതിലൂടെ ഒരു തൈ കിളിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഞാനിത് ഇല കട്ട് ചെയ്ത് ഒരു ബോട്ടിലിൽ കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ വെച്ചാണ് ഇതിന് വേര് വന്നിരിക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് കണ്ടു നോക്കാം. കണ്ടോ? ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ വെച്ച് കേട്ടോ. ഒത്തിരി ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ കട്ടിങ്സ് എടുത്ത് വെള്ളത്തിൽ വെച്ച് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതായത് പരീക്ഷണം പോലെ ഒരു റിസർച്ച് ചെയ്ത് നോക്കിയതാണ്. ഇത് വരുമോന്ന്. പക്ഷേങ്കിൽ എൻ്റെ ഒരു റിസൾട്ടിൽ എനിക്ക് കിട്ടിയൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് ഭാഗം വരുന്ന കണ്ടോ, ഈ ഒരു ഇലയുടെ മധ്യഭാഗം മുറിച്ച് വെച്ചാൽ അത് കിളിക്കത്തില്ല. പക്ഷേങ്കിൽ അതിൻ്റെ റൂട്ട് ഭാഗം വരുന്ന ഇങ്ങനത്തെ ഒരു ഭാഗമാണ് നമ്മൾ വെള്ളത്തിൽ വെക്കുന്നതെങ്കിൽ ഇതുപോലെ തൈ ഉണ്ടായി വരുന്നതാണ്. വളരെ ഈസി ആയിട്ട് വന്നു. ഇത് ഏകദേശം ഒരു 1.5 മാസം എടുത്തുള്ളൂ കേട്ടോ, ഇതുപോലത്തെ ഒരു തൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് വെച്ചത് പല പീസുകളായിട്ട് ഇപ്പം വളരെ നല്ല നീളമുള്ള ഇലയാണല്ലോ. ഒരു 7 ഇഞ്ച് നീളമൊക്കെ വരുമല്ലോ. ഇത് അത്രയും അത് കട്ടിങ്സ് എടുത്ത് വെച്ചതിൽ ആ ഭാഗം ഒന്നും കിളിച്ചു വന്നിട്ടില്ല. ആ ഭാഗമൊക്കെ അതിൻ്റെ വെള്ളത്തിൽ ടച്ചായിരുന്ന ഭാഗമൊക്കെ ചീഞ്ഞു പോയതായിട്ടാണ്, അഴുകി പോയതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ ഇലയാണ്. ഇതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇലയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഹോൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഹീലാകത്തില്ല. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ തണ്ടിൽ എന്തെങ്കിലും ഒരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ആവത്തില്ല. ആ ഹോൾസോ ആ മുറിവോ അതെപ്പോഴും ആ ചെടിയിൽ അങ്ങനെ തന്നെ കാണും. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മൾ കട്ടിങ്സ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്കിത് വെള്ളത്തിലും വെക്കാം, മണ്ണിലും വെച്ച് 2 രീതിയിലാണ് മെയിനായിട്ട് സ്നേക്ക് പ്ലാന്റ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. ഈ കട്ടിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വെള്ളത്തിൽ വെച്ച് പരീക്ഷിച്ച് നോക്കാൻ പറ്റും. നിങ്ങൾക്കും ഇതുപോലെ പരീക്ഷണം ചെയ്യുന്നത് നല്ലതാണല്ലോ. ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതേപോലെയുള്ള ഇല വെച്ചാൽ മാത്രമേ അതിൽ നിന്ന് പുതിയ തൈ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ വേറെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഇതുപോലത്തെ ഒരു ചെടിയുടെ ഒരു പാർട്ട് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് വെള്ളത്തിൽ വെച്ച് കൊടുക്കുക. ഒരു വിതിൻ ഒരു 1 to 2 മന്ത്സിനുള്ളിൽ തന്നെ ഇതുപോലത്തെ ഒരു ചെറിയ തൈ ഇതുപോലെ തൈ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേസമയം ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോയി മണ്ണിലും വെക്കാൻ കിട്ടും. ഈ 2 രീതിയിലും 100% സക്സസ് ആണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ പുതിയ ചെടികൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് കണ്ടോ, ഇത് വേറൊരു ഭാഗം വെള്ളത്തിലിറക്കി അതിനും വേര് വന്നിട്ടുണ്ട്. ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ കേട്ടോ. ആ വെള്ളത്തിൽ ഒരിക്കലും ഈ ക്ലോറിനോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ഉള്ള വെള്ളമായിരിക്കില്ല. നമ്മുടെ വെൽ വാട്ടർ, നമ്മുടെ കിണറ്റിലെ നല്ല ശുദ്ധമായ വെള്ളത്തിൽ വേണം നമ്മളെപ്പോഴും ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത്. ഇത് കണ്ടോ, ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ചെറുതായിട്ടൊന്ന് വേര് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ റൂട്ട് വരുന്ന ആ ഭാഗം ചെറുതായി ഒന്ന് അഴുകിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിതെടുത്ത് മാറ്റുകയാണ്. പിന്നെ നമ്മൾ ഈ വെള്ളം ഇടയ്ക്കിടയ്ക്കൊന്ന് 2-3 ആഴ്ച കൂടിയിരിക്കുമ്പോൾ ഒന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ വെള്ളത്തിൽ ഒരിക്കലും കൊതുക് വന്ന് മുട്ടയിടാനോ അങ്ങനെയുള്ള ഒന്നിനും അനുവദിക്കരുത്. അപ്പം നിങ്ങൾ പെട്ടെന്ന് എപ്പോഴും നോക്കിക്കണം വെള്ളത്തിൽ വേറെ ജീവികളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പാക്കണം. ഇതും അതുപോലെ കണ്ടോ, ഇത് ഞാൻ നേരത്തെ കാണിച്ചത് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ റൂമിനുള്ളിലെ എയർ അല്ലെങ്കിൽ ഈ ചെടി എവിടെ വെക്കുന്നോ അതിന് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിക് എയറിനെ പ്യൂരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യാൻ ഇതിന് നല്ലൊരു കഴിവുണ്ട് കേട്ടോ. എന്നാലും ഇതൊരു നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. നമുക്ക് ഈ വീടിനുള്ളിലായാലും പുറത്തായാലും വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ ചെടിയുടെ കട്ടിങ്സ് ഞാൻ ഇതേപോലെ മണ്ണിലേക്കൊന്ന് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇത്രയും ചെയ്താൽ മാത്രം മതി.
വളരെ ഈസി ആയിട്ട് വരും. നിങ്ങളിന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് ഞാനിപ്പം നേരത്തെ പറഞ്ഞതുപോലെ 100% ഇങ്ങനെ വെച്ചാൽ വരത്തില്ല. പക്ഷേ നടുഭാഗം വെക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല അത്ര 100% സക്സസ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അതിൻ്റെ റൂട്ട് വരുന്ന ഇലയുടെ ഭാഗമാണ് ഇങ്ങനെ മുറിച്ച് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് വെള്ളത്തിൽ വെച്ചാലും ശരി മണ്ണിൽ വെച്ചാലും പുതിയ തൈകൾ ഉണ്ടായി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വെള്ളത്തിൽ വെച്ച് കിളിപ്പിച്ച് ഈ തൈ തന്നെ ഞാൻ മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഓൾറെഡി ഞാൻ ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ജസ്റ്റ് ഇറക്കി വെക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പോട്ടിംഗ് മിക്സ് നിങ്ങൾ എടുക്കുമ്പോൾ മണൽ നിറഞ്ഞ ഒരു പോട്ടിംഗ് മിക്സ് ഉണ്ട്. ഒത്തിരി നല്ല ഈ കട്ടിയുള്ള ചെളിയുള്ള മണ്ണുണ്ടല്ലോ, അത് വെക്കരുത്. എപ്പോഴും ഈ സ്നേക്ക് പ്ലാന്റ് പോലെയുള്ള ചെടികൾക്ക് മണൽ, പെർലൈറ്റ്, പിന്നെ കുറച്ച് കമ്പോസ്റ്റൊക്കെ ചേർന്ന ഒരു മണ്ണ് വേണം ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് ജലാംശം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകും, തൈ ഉണ്ടായി വരത്തില്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. വെള്ളം കെട്ടി നിൽക്കൽ, പിന്നെ കൂടുതൽ മണൽ, പെർലൈറ്റ് മണ്ണ് ചേർത്ത് വേണം നടാൻ വേണ്ടിയിട്ട്. കൊക്കോപ്പിറ്റും ഒരുപാട് ചേർക്കേണ്ട, കാരണം കൊക്കോപ്പിറ്റിലേക്ക് എപ്പോഴും ഒരുപാട് ജലാംശം അതിൽ ഹോൾഡ് ചെയ്യും, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യും. അങ്ങനെയുള്ള ഒരു പോട്ടിംഗ് മിക്സ് ചൂസ് ചെയ്യരുത്. എപ്പോഴും മണലും മണ്ണും ചേർത്ത് ഇത് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി വെള്ളം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് വെള്ളം മതി. ഇപ്പം നിങ്ങൾ ഈ സാൻസിവേരിയ പോലെയുള്ള ചെടികൾ ഇൻഡോറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 2 ആഴ്ചത്തേക്ക്, ഒരു 1-1.5 ആഴ്ച ഒട്ടും വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. 1.5 ആഴ്ച കഴിഞ്ഞ് ജസ്റ്റ് വെളിയിൽ കൊണ്ടുവച്ച് നല്ല പോലെ ഒന്ന് നനച്ച് ചെടിയൊന്ന് അത് മണ്ണ് ഡ്രൈ ആയതിനു ശേഷം അകത്ത് കൊണ്ടുവെക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.